നമ്മുടെ ബഹുമാനനായ നമ്മുടെ പ്രിയങ്കനായ കേരളത്തിലെ പ്രിയങ്കനായ രാജേട്ടനെ ആദ്യം സ്വാഗതം പറഞ്ഞുകൊണ്ടും നമ്മുടെ വേദിയിലിരിക്കുന്ന മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ സ്വാംശയത്തിന്റെ സുധീരേട്ടനും കൃഷ്ണകുമാരേട്ടനും പാലക്കാട് ഗണേശോത്സവ കമ്മിറ്റിയുടെ 30-35 വർഷത്തെ പടനായകന്മാരായിട്ടുള്ള ഗണേശോത്സവ കമ്മിറ്റിയുടെ മുഴുവൻ ഭാരവാഹികൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് രണ്ട് വാക്കുകൾ പറയുന്നു. പാലക്കാട് ഗണേശോത്സവ കമ്മിറ്റി എന്നുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയൊരു ഗണേശോത്സവമായിട്ട് പാലക്കാടാണ്. പാലക്കാട് പല പ്രതിസന്ധികളും നേരിട്ടിട്ട് ഒരു ഗണേശ വിഗ്രഹങ്ങൾ തുടങ്ങി ഇന്ന് 300 ചില്ലാനം ഗണപതി വിഗ്രഹങ്ങൾ പാലക്കാട് ഒഴുക്കാൻ പറ്റിയത് പല ഹിന്ദു സംഘടനകളുടെ പിന്തുണയോടെ പാലക്കാട് ഗണേശ ഉത്സവം അതിഗംഭീരമായിട്ട് ഈ പുഴിയം ശോഭായാത്ര ഈ മഴ കാര്യങ്ങള് പ്രതിസന്ധികള് ഇതുമായി ബന്ധപ്പെട്ട് നിന്ന പാലക്കാട് ഗണേശ ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾക്കും പാലക്കാട് വന്ന ഭക്തന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ജയ് ഗണേശ. വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഗണേശോത്സവങ്ങൾ നമ്മുടെ ലോകത്തെമ്പാടും നടക്കുകയാണ്. ലോകത്തെമ്പാടും നടക്കുന്ന ഒരേയൊരു ഉത്സവമാണ് ഈ ഗണേശോത്സവം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അതൊരു അതിശയോക്തിയായി പലരും കരുതിയേക്കാം. പക്ഷെ ഇന്നലെ സ്പെയിൻ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ, ബ്രിട്ടനിൽ, എന്തിന് അറബി നാടുകളിൽ ഈ ഗണേശോത്സവം നടക്കുന്നു എന്നുള്ളത് ഈ ആഘോഷത്തിന് കിട്ടിയിരിക്കുന്ന സാർവത്രികമായ അംഗീകാരത്തിന്റെ ലക്ഷണമാണ്. തീർച്ചയായും എന്തുകൊണ്ടാണ് വിഗ്രഹവുമായിട്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ് ഇന്ന് ആയിരക്കണക്കിന് ജനങ്ങളെ പാലക്കാട് ജില്ലാ ഗണേശോത്സവ കമ്മിറ്റിയുടെ ഒരു സ്നേഹ ഉപഹാരം രാജേട്ടന് ഹാരാർപ്പണം ചെയ്തുകൊണ്ട് ജില്ലാ പ്രസിഡന്റ്